നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിലാണ് നമുക്ക് ഇതുണ്ടോ. എനിക്ക് ഈ ട്രിപ്പിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകളിൽ ഒരെണ്ണമാണ് ഒരു കൂട്ടം മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നത്. അതിന്റെ സ്ട്രെങ്ത് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ, വൈൽഡ് ഡോഗ്സിന്റെ സ്ട്രെങ്ത്. ശരിക്കും ചുറ്റും കാട് നടുക്കുള്ള ഒരു സ്റ്റേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അഭയാരണ്യം. ഇതുണ്ട് ഇവിടെ അടുത്ത് നിൽക്കുന്നതിൻ്റെ കുഞ്ഞു പാല് കുടിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ഡ്രൈവ് മോയാർ റൂട്ടിലൂടെയാണ് കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ആനിമൽസ് മാത്രമല്ല, ഒരുപാട് ബേർഡ്സും ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ. ലൈവ് ഹണ്ട് കണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇതിലെ ഓടിച്ചിട്ട് മാനിനെ പിടിക്കുന്നത് അവർ കണ്ടുവന്ന്. നോക്കി നമ്മൾ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ തന്നെ ആന നിൽക്കുന്നത്. അപ്പോൾ കൊങ്ങിണിപ്പൂവിൻ്റെ ഇടയിൽ വൈൽഡ് ഡോഗ് കിടക്കുന്നുണ്ട്. നോക്കി ഇവിടുത്തെ മ്ലാവുകളെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമില്ലേ. ആനിമൽസ് ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അഭയാരണ്യം ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മുതുമല സഫാരി സെന്ററിൻ്റെ അവിടെ നിന്ന് വരുവാണെങ്കിൽ തിരിച്ച് ഗൂഡല്ലൂർ റൂട്ടിൽ വരണം. ഇന്ത്യൻ ഗ്രേ മംഗൂസ് എന്നറിയപ്പെടുന്ന നമ്മുടെ കീരി. മാനുകൾ ക്രോസ് ചെയ്ത് തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുമുണ്ട് ഒരു ലോഡ് മാനുകൾ. നല്ല കലിപ്പൊരു കൊമ്പനെ. ഗോൾഡൻ ലൈറ്റിൽ മാനുകൾ നിന്ന് തിളങ്ങുന്നത്. ഫോട്ടോ ഡിയറിനെ ഹണ്ട് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ റൂമിൽ വന്ന് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നേരെ മസനഗുഡിയിലേക്ക് പോകുന്നു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവിന് അകത്തുള്ള ഒരു സ്റ്റേയിലാണ് കേട്ടോ, ഒരു ഫോറസ്റ്റ് സ്റ്റേയിലാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭയാരണ്യം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേയിലാണ് കേട്ടോ. നമ്മുടെ പുറകിൽ കാണുന്നതാണ്. ഇന്ന് ഇവിടെ താമസിച്ചിട്ട് ഈ മുതുമലൈ ടൈഗർ റിസർവ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. നമ്മൾ മണിക്കൂറുകളോളം ഇന്ന് കാട്ടിനകത്തോടുള്ള സഫാരിയൊക്കെ എടുക്കാനാണ് പ്ലാൻ. നമ്മളിത് വെട്ടം വീഴുന്നതിന് മുന്നേ റോഡിലേക്ക് ഇറങ്ങി. ഒരു 6 മണിയായി വരുന്നുള്ളൂ. എന്നിട്ട് മസനഗുഡി 6 മണിയാകുമ്പോഴത്തേക്കും ആ ചെക്ക് പോസ്റ്റ് തുറക്കുമല്ലോ, അപ്പോഴത്തേക്കും വേണം നമുക്ക് അവിടെ ചെല്ലാൻ. നോക്കി നമ്മൾ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ തന്നെ ആന നിൽക്കുന്നത്. റോഡ് സൈഡിലല്ല, റോഡിൽ തന്നെ. മൂന്നെണ്ണുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ മാറി വേറെയും കാണുമായിരിക്കും. താഴെ സൈഡിൽ നിന്നൊക്കെ അനക്കം കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ അവിടെ ഉണ്ടാവുമായിരിക്കും. ഇത് കുറേ നേരം നിന്നിട്ട് അതുങ്ങൾ മാറാത്തതുകൊണ്ട് നമ്മൾ അതിനോട് ചേർന്ന് അങ്ങ് എടുത്ത് പോയി കേട്ടോ. എനിക്ക് തൊട്ടടുത്ത് കേട്ടോ, കൈ കൊണ്ട് എത്തിപ്പിടിച്ചാൽ തൊടുന്ന ദൂരത്തിലാണ്. ഇത് മെല്ലെ വെട്ടം വീണ് വരുന്നേ ഉള്ളൂ. എനിക്ക് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകുന്നു കേട്ടോ. നല്ല ട്രാഫിക്കാണ്, കാരണം വണ്ടികളെല്ലാം നിർത്തി കൊടുത്തുകൊണ്ട്. ഓക്കെ, ഒടുവിൽ നമ്മൾ മസനഗുഡി എത്താനായപ്പോഴത്തേക്കുണ്ടോ കാട്ടുപോത്തുകൾ റോഡ് ക്രോസ് ചെയ്യുന്നു. അതുപോലെ റോഡിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. നല്ല ചെക്ക് പോസ്റ്റ് തുറന്ന് വണ്ടികളൊക്കെ കയറിയപ്പോഴത്തേക്കും റോഡിൽ നിന്ന് മാറിയിട്ട് നല്ല കയറി പോകുന്നൊക്കെയാണ്. കൂട്ടത്തിൽ എല്ലാത്തിൻ്റെയും കൂടുതൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അവിടെ ഒരു കുഞ്ഞു പാലൊക്കെ കുടിക്കുന്നുണ്ട്. കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഇതുണ്ട് ഇവിടെ അടുത്ത് നിൽക്കുന്നതിൻ്റെ കുഞ്ഞു പാല് കുടിക്കുന്നുണ്ട്. എന്നാ സൈസാന്ന് നോക്കി. അവിടെ ഒരു കൂട്ടം മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ. നമ്മളിതുപോലെ ഫോറസ്റ്റ് റൂട്ടിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ആനിമൽസൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തി കൊടുക്കുക. ഓണടിച്ച് ബഹളമൊന്നും ഉണ്ടാക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുക റോഡ് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ആനിമൽസിൻ്റെ സ്ഥലമാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ, കാടെന്ന് പറഞ്ഞാൽ അവരുടേത് കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ അവർ പോകാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ. നമ്മൾ 6:15 തന്നെ മസനഗുഡിയിലെത്തി. അച്ചുച്ചേട്ടൻ റെഡി ആയിട്ടൊക്കെയുണ്ട്. നമുക്ക് എന്നാൽ സ്ഥലം വിട്ടേക്കാം. നമ്മുടെ ആദ്യത്തെ ഡ്രൈവ് മോയാർ റൂട്ടിലൂടെയാണ് കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നേരം വെളുത്ത് വെട്ടം വീണ് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്കൊന്ന് പോയി നോക്കാം വല്ലതും കിട്ടുമെന്നോ. ഈ സമയത്തൊക്കെ ഇഷ്ടംപോലെ ആനിമൽ മൂവ്മെൻറ്റ്സ് ഉള്ള സമയമാണ്. അപ്പം നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. നമ്മളിതേ മോയാർ റൂട്ടിലോട്ട് കയറിയ പാട് തന്നെ അലാം കോൾ, ഫോട്ടോ ഡിയറിൻ്റെയും അതുപോലെ തന്നെ ഡെങ്കൂർസിൻ്റെയും അലാം കോൾസ് ഉണ്ട്. തൊട്ടടുത്തുനിന്നൊന്നുമല്ല, ഇച്ചിരി ദൂരത്തുനിന്ന് എവിടെയോ ആണ്. തൊട്ടടുത്ത് നിൽക്കുന്ന മാനുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവ അത്ര അലേർട്ട് അല്ല താനും കേട്ടോ.
എനിക്ക് തോന്നുന്നത് ആ മഞ്ഞ് മൂടി കിടക്കുന്ന ലേക്കിന് തൊട്ടപ്പുറത്തായിട്ട് എവിടുന്നാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. അപ്പം കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള അലാം കോഴ്സ് കേൾക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും പ്രഡേറ്റേഴ്സ് മിക്കവാറും പിന്നെ ടൈഗറിനെ കാണുന്ന ഒരു സ്ഥലമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് ടൈഗറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമ്മുടെ അടുത്തുള്ള മാനുകളൊക്കെ റിലാക്സ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം ശരിക്കും വിസിബിലിറ്റി ഒന്നുമില്ല മഞ്ഞായതുകൊണ്ട്. ഇവിടെ നമ്മൾ യാത്ര തുടരുവാണ്. നവംബർ മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ടോ മഞ്ഞിനിടയ്ക്കൂടെ പൂത്ത് നിൽക്കുന്ന കൊങ്ങിണിപ്പൂവിനിടയ്ക്കൂടെ കാട്ടുപോത്തും കുഞ്ഞും പോകുന്നുണ്ടോ. നമുക്ക് ഇവിടുത്തെ മ്ലാവുകളെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമില്ലേ. എന്തോ ഒരു കളർ വ്യത്യാസം തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന മ്ലാവുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ആയിരിക്കാം. അതിലും മ്ലാവുകൾക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. മ്ലാവും മാനും ഒക്കെ കുറ്റിക്കാടിൽ നിന്ന് ഇല പറിച്ച് തിന്നാൻ വേണ്ടി എത്തി വലിഞ്ഞു നിന്ന് കഴിക്കുന്നതുണ്ടോ. ഏതായാലും ഇവയെ മഞ്ഞിനകത്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. നമ്മുടെ മോയാർ റൂട്ടിൻ്റെ ഒരു പ്രത്യേകതയും ഇത് തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ ആനിമൽസിനെ കാണാൻ പറ്റും നമുക്ക്, പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ. കേട്ടോ നമുക്ക് വൈൽഡ് ഡോഗിനെ കിട്ടിയിരുന്നുണ്ടോ. അവിടെ ആ കാണുന്ന മരമില്ലേ, ആ മരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ കീഴേ കേട്ടോ വൈൽഡ് ഡോഗ് ഉള്ളത്. അതുകൊണ്ടോ നല്ല ദൂരത്തിലാണ് ഇത് കിടക്കുന്നത്. അതും പോരാത്തിന് കുറ്റിക്കാടിൻ്റെ ഇടയിലും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല. നമ്മുടെ കൊങ്ങിണിയാണ് മൊത്തം ചുറ്റിലും. ഇൻവാസീവ് സ്പീഷീസ് ഒക്കെ ആണെങ്കിലും അതിപ്പം പൂത്ത് നിൽക്കുന്ന സമയം അതുകൊണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കൊങ്ങിണിപ്പൂവിൻ്റെ ഇടയിൽ വൈൽഡ് ഡോഗ് കിടക്കുന്നതുണ്ടോ. നേരത്തെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം കൂടെ വന്നു. ഇങ്ങനെ ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് ഇത് കാണാനുള്ള സാധ്യത കുറവാണ്. വലിയ കൂട്ടമായിട്ട് കാണാറുണ്ട്. വൈൽഡ് ഡോഗ്സിൻ്റെ കൂട്ടത്തെ പാക്ക് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതൊരു പാക്ക് ആവാനാണ് സാധ്യത. പൊതുവേ ഇങ്ങനെ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞാലാണ് ഇവ ഇങ്ങനെ അടങ്ങി കിടക്കുന്നത്. അതായത് ഹണ്ട് കഴിഞ്ഞ് നല്ല അത്യാവശ്യം തിന്ന് വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ മര്യാദയ്ക്ക് അടങ്ങി കിടക്കുന്നത്. അതല്ലെങ്കിൽ ഫുൾ ടൈം ആക്റ്റീവാണ് ഇവന്മാർ. നോക്കിയേ, ഗോൾഡൻ ലൈറ്റിൽ മാനുകൾ നിന്ന് തിളങ്ങുന്നത്. ഇതാണ് കേട്ടോ ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സമയങ്ങളിലൊക്കെ ഒരു മാനാണെങ്കിൽ പോലും ഭയങ്കര ഭംഗിയായിരിക്കും ഈ ഒരു ലൈറ്റിൽ കിട്ടിയാൽ. ഇതുണ്ടോ ബ്രാഹ്മണി മൈന അല്ലെങ്കിൽ ബ്രാഹ്മണി സ്റ്റാർലിംഗ് എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് എവിടെ പോയാലും. പക്ഷെ അടുത്ത് കാണുമ്പോൾ നല്ല രസമില്ലേ. അച്ചച്ചേട്ടൻ നമ്മളെ ഓരോ കനാലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കൊണ്ടുപോവാണ്. പുള്ളിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം. പുള്ളി ഇവിടെ ജനിച്ച് വളർന്ന ഒരു മലയാളിയാണ് കേട്ടോ. അപ്പോൾ പുള്ളി ടൈഗർ മൂവ്മെൻറ്റ്സ് ഒക്കെ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തൂടെയൊക്കെ കൊണ്ടുപോവാണ് നമ്മൾ. കണ്ടോ മാനുകളൊക്കെ അലേർട്ടാണ്. വൈൽഡ് ഡോഗ് ആണെങ്കിൽ ഇപ്പോൾ റൗണ്ട് ആക്കിയിരിക്കും. ഇത് വൈൽഡ് ഡോഗ് അല്ല. അപ്പോൾ വൈൽഡ് ഡോഗ് അല്ലെന്നാണ് അച്ചച്ചേട്ടൻ പറയുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും. ആനിമൽസ് മാത്രമല്ല ഒരുപാട് ബേർഡ്സും ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ. ഇത് കണ്ടില്ലേ, വൈറ്റ് ബെല്ലിയുടെ ഡ്രോങ്കോ അല്ലെങ്കിൽ മലയാളത്തിൽ കാക്കരാജൻ എന്നറിയപ്പെടുന്ന പക്ഷിയാണ്. വയറിനടിവശത്തുള്ള ആ വെള്ള നിറം കൊണ്ടാണ് ഇതിനെ വൈറ്റ് ബെല്ലിയുടെ ഡ്രോങ്കോ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ കുഞ്ഞൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് കറുപ്പ് നിറമായിരിക്കും. ഇതുണ്ടോ എനിക്ക് ഈ ട്രിപ്പിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചകളിൽ ഒരെണ്ണമാണ് ഒരു കൂട്ടം മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നത്. ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണം ഉണ്ട്. ഇത് കുറേ നേരത്തേക്ക് ഇങ്ങനെ മാനുകൾ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മുടെ പ്രകൃതിയുടെ അല്ലെ നേച്ചറിൻ്റെ യഥാർത്ഥ സൗണ്ടും ഒക്കെ ആയിട്ട് ആ കാഴ്ച ഒന്ന് കണ്ടിരുന്നു നോക്കി.
മാനുകൾ ക്രോസ് ചെയ്യുന്നതിനിടയ്ക്ക് കൂടെ 2 മയിലുകളും കൂടെ വന്ന് കയറിയത് കണ്ടോ. അമ്പോ എന്നാ കാഴ്ചയായിരുന്നു നോക്കി. ആ മയിലുകൾ 2 കൂടെ എയറിൽ ചാടി കൊത്തുകൂടിയത് കണ്ടോ. അതിന് പുറകെ കൂടെ മാനുകൾ ക്രോസ് ചെയ്യുന്നു. അതേതായാലും ഒരു ബോണസ് കാഴ്ചയായേ. മാനുകൾ ക്രോസ് ചെയ്ത് തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുമുണ്ട് ഒരു ലോഡ് മാനുകൾ. നമ്മളൊരു സ്പോട്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണേ. സാധാരണ ഇതിലെ ടൈഗർ മൂവ്മെൻറ്റ് ഉണ്ടാവാറുള്ളൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. മോയാർ റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് അവിടെ ഒരു സ്ട്രീമുണ്ട്. അപ്പോൾ അതിലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ടൈഗർ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റൂട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. മാനുകളൊന്നും അലേർട്ടല്ല, അതുകൊണ്ട് അടുത്തെങ്ങും അതിൻ്റെ പ്രസൻസ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. കണ്ടോ 2 മൂങ്ങകളിരിക്കുന്നത്. സ്പോട്ടഡ് ഔലറ്റ് അല്ലെങ്കിൽ പുള്ളി നത്തുന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പക്ഷിയാട്ടോ ഇത്. ഇത് ശരിക്കും നമ്മൾ പോകുന്ന വഴിയിലല്ല, ഒരു ഇച്ചിരി അകത്തേക്ക് മാറിയിട്ടാണ്. സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലം ചേട്ടൻ അറിയാവുന്നതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ റൂട്ടുകളിലൂടെയും വണ്ടി കൊണ്ട്, നമ്മുടെ വണ്ടിയും കൊണ്ട് സ്വന്തം വാഹനത്തിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. നൈറ്റ് ഡ്രൈവ് ഇല്ലാന്നേ ഉള്ളൂ, പകൽ എല്ലായിടത്തൂടെയും പോകാം. എന്നിട്ട് നമ്മൾ ജീപ്പ് എടുത്തതിൻ്റെ ഒരു റീസൺ ഇതാണ് കേട്ടോ. ഇവർക്കറിയാം സ്പോട്ടുകളൊക്കെ. ഇത് നമ്മൾ മസനഗുഡി കറങ്ങുന്നതിനിടയ്ക്ക് ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ടേ. നമുക്ക് നമ്മുടെ ന്യൂട്ടൺസ് വ്ലോഗ്. ആശാൻ ഫുള്ള് ലുങ്കിലൊക്കെയാണ് ഇറങ്ങിയേക്കുന്നത്. ഫാമിലി ഉണ്ട് വണ്ടിയിൽ. പുള്ളി അപ്പോൾ മസനഗുഡി മുതുമലയൊക്കെ കറങ്ങി പോകാൻ വേണ്ടിയിട്ട് വന്ന യാദൃശ്ചികമായിട്ട് ഇവിടെ വെച്ച് കണ്ടതാ കേട്ടോ. ഞാൻ നോക്കുമ്പോൾ സാമിൻ്റെ നല്ല പരിചയമുള്ള വണ്ടി കൈ കാണിച്ച് വിളിച്ച് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് നിർത്താതെ പോയതാണോ. ഫോറസ്റ്റാന്ന് വിചാരിച്ച് ക്യാമറയൊക്കെ എടുത്ത് മാറ്റിയതാ പുള്ളി. എന്തായാലും എന്തേ ഇവിടെ വെച്ച് കണ്ടു. ഇനി എന്നാ സഫാരി എടുക്കാൻ പോകണോ? സഫാരി ചിലപ്പോ ചെല്ലുമ്പോഴേക്കും ഉണ്ടോന്നറിയില്ല. ഞങ്ങൾ ചെന്നപ്പോ 14 വരെ വന്നിട്ടുള്ളൂ. 27 25 വരെ അവർ വണ്ടി. ഇനി ചെന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കാവും. ഇതുണ്ടോ നമ്മൾ ബൊക്കാപുരം റൂട്ടിൽ ഈ വിഭൂതിമലയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് താഴെ വൈൽഡ് ഡോഗ്സിനെ കണ്ടോ. അത് വെറുതെ അല്ല, വൈൽഡ് ഡോഗ്സ് ചുമ്മാ നിൽക്കുകയല്ല, ഒരു 5-6 ഉണ്ട്. മാനിനെ ഹണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പോട്ടഡ് ഡിയറിനെ ഹണ്ട് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, അവിടെ ഒരു മാനിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തിന്നിട്ട് അതുകൊണ്ട് ഒരെണ്ണം ഓടിപ്പോകുന്നുണ്ടോ. വലിയൊരു പാക്കായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്കും ഇത്ര എണ്ണേ ഉള്ളൂ. ബാക്കി കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. ആദ്യം വന്ന 1-2 വണ്ടികൾക്ക് ഇതിലെ ഓടിച്ചിട്ട് ഇതിനെ പിടിക്കുന്നത്, മാനിനെ ലൈവ് ഹണ്ട് ചെയ്യുന്നത് കിട്ടിയെന്നാണ് പറഞ്ഞ കേട്ടോ. കടിച്ചു വലിച്ചോണ്ട് പോകുന്നുണ്ട്. നോക്കി ആകെ ഇത്തിരി പോകുന്ന വലിപ്പമുള്ളൂ. അതിന്റെ ഒരു 3-4 ഇരട്ടിയെങ്കിലും വലിപ്പമുള്ള മാനിനെ പുട്ടുപോലെ വലിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ അവൻ. അവന്റെ സ്ട്രെങ്ത് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ, വൈൽഡ് ഡോഗ്സിന്റെ സ്ട്രെങ്ത്. ഒരെണ്ണം കൂടെ തന്നെ നാളെ നോക്കി എല്ലാത്തിന്റെയും വയർ അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞായിരിക്കുന്നു. അതിനർത്ഥം ഇവന്മാരെല്ലാം നല്ല രീതിക്ക് കഴിച്ച് വയറ് ഫുള്ളായിട്ട് പിന്നെ അടുത്ത റൗണ്ടിന് വന്നേക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് എത്ര ദൂരത്തിലാണെന്ന് നിങ്ങൾ കാണിച്ചു തരാവേ. ഈ ഫ്രണ്ടിൽ നിഴലൊക്കെ കാണുന്ന ഒരു മരം കണ്ടില്ലേ, അതിൻ്റെ പുറകിലായിട്ട് വേറൊരു മരം കണ്ടോ. അതെ, അവിടെയാണ് സംഭവം ഉള്ളത്. ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന മരത്തിന് കീഴിൽ കിടന്ന കേട്ടോ. അവന്മാർ കടിച്ചു വലിച്ച് താഴെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം കുറേ എണ്ണം ഉണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം ഓരോന്നോരോന്ന് കഴിച്ച് മടുത്ത് മാറി. ചിലത് ഒരെണ്ണം വയറ് നിറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു താഴേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വയറ് നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേറെ വരുന്നു, കഴിക്കുന്നു. അങ്ങനെ അവർ ഗ്യാപ്പില്ലാതെ ഇടതടവില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈൽഡ് ഡോഗ്സിൻ്റെ സൈറ്റിങ്സ് കണ്ടപാടെ ഞാൻ സാമിനെ വിളിച്ചാണ്. പക്ഷേ സാമ് കുറച്ച് ദൂരത്തിലായിരുന്നു. ദൂരത്ത് വന്നപ്പോഴത്തേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി. നമ്മൾ വേറെ ഒരു ജീപ്പിൻ്റെ ഡ്രൈവർ പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഈ ചേട്ടനൊക്കെയാണ് ആദ്യം ഇത് ലൈവ് ഹണ്ട് കണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇതിലെ ഓടിച്ചിട്ട് മാനിനെ പിടിക്കുന്നത് അവർ കണ്ടുവന്ന്. ഇപ്പം ഇത് തിന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയും വരുമായിരിക്കും. കാരണം ഇതൊരു വൈൽഡ് ഡോഗ്സ് കുറേ എണ്ണം ഉള്ളതുകൊണ്ട് തിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കഷ്ടപ്പെട്ട് പിടിച്ചതല്ലേ, അതുകൊണ്ട് ബാക്കി കൂടെ തിന്നിട്ടേ പോകുള്ളായിരിക്കും. ദോ അവിടെ കിടപ്പുണ്ട്. ഇവർ ഈ പിടിച്ചേക്കുന്ന സ്ഥലം കണ്ടോ. നമ്മുടെ ഈ വിഭൂതി മല ബൊക്കാപുരത്ത് വന്നിട്ട് ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ച കേട്ടോ. ഇങ്ങനെ തെളിഞ്ഞ സ്ഥലം.
ഇവിടെ ഇങ്ങനെ ആനിമൽസിൻ്റെ ഹണ്ടിങ്ങും, ഇവിടെ ടൈഗർ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു പശുവിനെ പിടിച്ചായിരുന്നു പറഞ്ഞു. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ വില്ലേജസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് പശുവിനെ ഇവിടെ ഇട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ആനിമൽസ് ഹണ്ടിങ് ഒക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടും കൂടെയാണ് ഇവിടെ. സാമ വന്നുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു, പക്ഷേ ഞങ്ങൾ വരുന്ന ലക്ഷണം കാണുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. എനിക്കൊരു വലിയ പരുന്തിരിക്കുന്നത് ആദ്യം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സർപ്പൻറ്റികളാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ അതല്ല, ഇത് ലെസർ സ്പോട്ടഡ് ഈഗിൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പോട്ടഡ് ഈഗിൾ എന്നറിയപ്പെടുന്ന പുള്ളിപ്പരുന്താണ് കേട്ടോ. ചെറിയ പുള്ളിപ്പരുന്തെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അറിയാം, സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അറിയാം സർപ്പൻറ്റ് ഈഗിളിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചത്. ഇതേപോലെ തന്നെ ഇരിക്കുന്ന വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗിൾ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയും കൂടെ ഉണ്ട്. ഇത് തമ്മിൽ വലിപ്പത്തിലാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അതുപോലെ തന്നെ പുള്ളികളിലും ചെറിയ വ്യത്യാസമുണ്ട്. വെള്ള പുള്ളികളും അതുപോലെ ഡാർക്ക് ഷെയ്ഡും ഒക്കെ ഇതിന് നമ്മുടെ ഗ്രേറ്ററിന് കൂടുതലാണ്. പക്ഷേ ജുവനൈൽസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ആന നോക്ക്. അടിപൊളി, നല്ല കലിപ്പൊരു കൊമ്പനെ. നമ്മൾ മസനഗുഡിയിലെ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മുതുമല സഫാരി സെൻറ്ററിൻ്റെ അവിടുന്ന് നമ്മുടെ അഭയാരണ്യം സ്റ്റേഡ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലാണ് കേട്ടോ ഈ ആനയെ കണ്ടത്. എങ്ങനെ കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന ആനയൊന്നും നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, കാട്ടാനയാണോ നാട്ടാനയാണോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ തെപ്പേക്കാട് ആനക്കൊട്ടിലുള്ളത് കൊണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം അവിടുത്തെ ആനകളെ കൊണ്ടുപോയി മേയാൻ വിടാറുണ്ട്. പക്ഷേ ഇത് നല്ല ഒന്നാം തരം കാട്ടുകൊമ്പൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാലയിൽ അങ്ങനെ ചങ്ങലയോ കഴുത്തേ കയറോ ഒന്നുമില്ല, കൂടുതൽ ആളൊന്നുമില്ല കേട്ടോ. ഫ്രീ ആയിട്ട് ഇതിലെ നടക്കുകയാണ്. ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ട് കാണുന്നുമുണ്ട്. അപ്പോൾ കാട്ടുകൊമ്പൻ തന്നെയാണെന്ന് വിചാരിക്കുന്നു. വേറെ ലക്ഷണമൊന്നും കാണാനില്ല നാട്ടാനയുടെ. എന്നാണെങ്കിലും നല്ല ഒന്നാം തരം ഒരു കൊമ്പനാണ്. എനിക്ക് എന്നാ ഭംഗിയാണ്. നമ്മളിപ്പം മൊബൈലിലും അതുപോലെ തന്നെ ക്യാമറയിലും ഒക്കെ ആയിട്ട് മാറി മാറിയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം തൊട്ടടുത്താണ് ക്യാമറയിൽ നമ്മുടെ 180 കനഡം ലെൻസിൽ ഒരുപാട് അടുത്താണ് കേട്ടോ. ഫുൾ ടൈറ്റിലാണ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മൊബൈലിലൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടം പോലെ പുള്ളിമാനുകളെ റോഡ് സൈഡിൽ കാണാൻ പറ്റുമേ. ഈ നല്ല പച്ചപ്പിനിടയിൽ പുള്ളിമാനുകൾ നിൽക്കുന്നത് കാണാൻ എന്നാ രസമെന്ന് നോക്കി. അപ്പോൾ നമ്മുടെ അഭയാരണ്യം ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മുതുമല സഫാരി സെൻറ്ററിൻ്റെ അവിടുന്ന് വരുവാണെങ്കിൽ തിരിച്ച് ഗൂഡല്ലൂർ റൂട്ടിൽ വരണം. അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കയറി പോകണം ഈ റെസ്റ്റ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ബോർഡ് കാണാം. അഥവാ നമ്മൾ ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ഗൂഡല്ലൂർ കഴിഞ്ഞ് മുതുമല സഫാരി സെൻറ്റർ എത്തുന്നതിന് 2-3 കിലോമീറ്റർ മുന്നേ ആയിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റം കയറിയിട്ടാണ് ഈ സ്റ്റേ നിൽക്കുന്നത്. അതായത് നല്ല അടിപൊളി കാടിനകത്താണ് ഈ സ്റ്റേ ഉള്ളത് കേട്ടോ. ഉൾക്കാട്ടിൽ ഫോറസ്റ്റിനകത്താണ് നമ്മുടെ അഭയാരണ്യം ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് ഉള്ളത്. ഇതാട്ടോ നമ്മുടെ റൂം. നല്ല കിടിലൻ റൂമാണ് കേട്ടോ. അവിടെ കുറേ സ്പേസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇത് ബുക്ക് ചെയ്തേക്കുന്നത് ഇവിടെ അഭയാരണ്യം ചീതൽ എന്ന് പറഞ്ഞ ഒരു റൂമാണ്. അപ്പോൾ ഇവിടെ എല്ലാം കുറേ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല നീറ്റായിട്ടുള്ള ഒരു ഡീസൻറ്റ് റൂം. അത്യാവശ്യം നല്ല ബാത്റൂമും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെയാണ് ബാത്റൂമൊക്കെ വരുന്നത്. ഇവിടെ ഡ്രസ്സിങ്ങിനും ഒക്കെ ആയിട്ട് ലഗേജിനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല രസം കേട്ടോ. ശരിക്കും ചുറ്റും കാട് നടുക്കുള്ളൊരു സ്റ്റേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അഭയാരണ്യം. അതുകൊണ്ടോ അപ്പുറത്തെ മലയെല്ലാം ഫുള്ള് കാടാണ്. പക്ഷേ കാടിനിടയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല നമുക്ക് കാണാൻ പാകത്തിന് അനിമൽസിനെ ഒന്നും. ഒറ്റനോട്ടത്തിൽ കണ്ട ആനയാണെന്ന് തോന്നുമെങ്കിൽ നല്ല ഭീകര സൈസുള്ള കാട്ടുപോത്ത കേട്ടോ. എനിക്ക് മസിൽ കിടന്ന് തിളങ്ങുന്നത് കുറ്റിക്കാടിനിടയിലാണ്. ശരിക്കും പുറത്തേക്ക് കാണത്തില്ല. എനിക്ക് എന്നാ സൈസാണ്. നമ്മൾ നമ്മുടെ റൂമിൽ വന്ന് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നേരെ മസനഗുഡിയിലേക്ക് പോകുന്നു കേട്ടോ. മസനഗുഡിയിൽ നിന്ന് നമുക്ക് സഫാരി ഉണ്ട്. നമ്മുടെ അച്ചുച്ചേട്ടൻ്റെ വണ്ടിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ജീപ്പിന് നമ്മൾ മസനഗുഡിയുടെ പല ഭാഗങ്ങളിലൂടെ കറങ്ങുകയാണ്. മോയാറും സിംഗാരയും ബൊക്കാപുരം അങ്ങനെ മസനഗുഡിയിൽ എവിടെയാണോ സൈറ്റിങ്സ് ഒക്കെ കിട്ടുന്നത് അച്ചുച്ചേട്ടനറിയാം. ആ ഭാഗത്തൂടെയൊക്കെ കറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. നോക്കിയ പുള്ളിമാനുകൾ ഇതിനെ എത്ര കണ്ടാലും മതി വരത്തില്ല. ഇഷ്ടം പോലെ ഇതിലെ കാണാനും ഉണ്ട് കേട്ടോ. ഇത്തിരി ഹാഷ് ലൈറ്റാണ്, എന്നാൽ പോലും ഞാൻ രസമെന്ന് നോക്കിയാൽ മാനുകളെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വെൽവെറ്റ് ആൻലർ നിന്ന് തിളങ്ങുന്നത് കണ്ടോ. വെൽവെറ്റ് ആൻലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇളം കൊമ്പുകളാണ് കേട്ടോ. വെൽവെറ്റ് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇത് കൊമ്പുകൾ പൊഴിഞ്ഞു പോയിട്ട് ഫ്രഷായിട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ഇങ്ങനെയായിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും മെല്ലെ മെല്ലെ അത് ഉറച്ച് നല്ല കട്ടിയുള്ള കൊമ്പുകളാകുന്നതാണ്. അപ്പോൾ ഈ വരുന്ന ഫ്രഷ് കൊമ്പുകളെയാണ് വെൽവെറ്റ് ആൻലർ എന്ന് പറയുന്നത്. നമ്മൾ മോയാർ റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോയാറിൽ നമ്മുടെ വണ്ടി കൊണ്ട് പോകാവുന്നതാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ജീപ്പ് ഇവിടുന്ന് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് സൈറ്റിങ്സ് കിട്ടുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ടൈഗർ സൈറ്റിങ്സ് അല്ലെങ്കിൽ ലെപ്പേർഡൊക്കെ സ്ഥിരമായി കാണുന്ന കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഡ്രൈവർമാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നത്, നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാതെ. നോക്കിയേ, യെല്ലോ ക്രൗണ്ട് വുഡ് പക്കർ അല്ലെങ്കിൽ മറാഠ വുഡ് പക്കർ എന്നറിയപ്പെടുന്ന ഒരു മരം കൊത്തിയാണ്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്.
ഈ റൂട്ടിൽ കൂടെയുള്ള ഡ്രൈവ് നല്ല രസമാണ് കേട്ടോ. എപ്പോഴും ആനിമൽസോ അല്ലെങ്കിൽ ബേർഡ്സ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും കിട്ടും. ഇനി അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു റൂട്ടും കൂടെയാണ് കേട്ടോ. ഏത് സമയത്തും നമുക്കിതിലെ പോകാൻ പകൽ സമയങ്ങളിൽ. ഇത് എന്ന് എൻ്റെ കൂടെ ട്രിപ്പിലുള്ളത് എൻ്റെ ഫ്രണ്ട് ലിൻസാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് എറണാകുളത്ത് നിന്ന് പോകുന്നത്. എനിക്ക് പിന്നെയും കാക്കരാജൻ അല്ലെങ്കിൽ വൈറ്റ് ബെല്ലിയുടെ ഡ്രോങ്കോ ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഈ റൂട്ടിലെല്ലാം എല്ലാ സ്ഥലത്തും കാണാം. നമുക്ക് വളരെ അടുത്തും കിട്ടുകയും ചെയ്യും. എന്നാ ഭംഗിയാന്ന് നോക്കി. സാധാരണ ഒരു കീരിയാണ് കേട്ടോ, ഇന്ത്യൻ ഗ്രേ മംഗൂസ് എന്നറിയപ്പെടുന്ന നമ്മുടെ കീരി. പക്ഷെ ഇതിനെ കാണാൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇത്രയും ക്ലോസപ്പ് കാണുമ്പോഴല്ലേ മനസ്സിലാവുന്നുള്ളൂ. ഫുള്ള് രോമങ്ങളൊക്കെ എഴുന്നു നിൽക്കുന്നുണ്ടോ. അതിൻ്റെ നോട്ടമൊക്കെ നോക്കി എന്നാ രസമാണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗി കേട്ടോ. പ്രത്യേകിച്ച് ഈ ലൈറ്റിൻ്റെയും കൂടിയാണ്. നോക്കി വേലങ്കൂർ അല്ലെങ്കിൽ ഹനുമാൻ കുരങ്ങ് പുള്ളിയുടെ ഇരിപ്പുണ്ട്. എന്നാ രസമാണ് നോക്കി. പുള്ളി മെല്ലെ മരത്തിൽ നിന്ന് ചാടി ഇറങ്ങി അപ്പുറത്ത് വന്നിരുന്ന് എന്തോ പറിച്ച് കഴിച്ച് തിന്നോണ്ടിരിക്കുവാണേ. നോക്കി ഒരു ബ്രാഹ്മണി മൈന വെയിലത്തിരുന്ന് തിളങ്ങുന്നുണ്ടോ. അത് ഇരിക്കുന്ന ഉണക്കക്കമ്പിൽ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ജംഗിൾ മൈനയും കൂടെ ഉണ്ട്. എനിക്ക് ഈ ബ്ലാക്ക് നിറത്തിൽ കാണുന്നത് ജംഗിൾ മൈനയാണ്. നമ്മൾ മോയാർ റൂട്ടിലൊക്കെ ഒരു റൗണ്ട് കറങ്ങി തിരിച്ച് മസിനഗുഡി ടൗണിലെത്തി. ടൗണിൽ നിന്ന് വീണ്ടും സിംഗാര റൂട്ടിലോട്ട് കയറി കേട്ടോ. നമ്മൾ സിംഗാര റൂട്ടിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സിംഗാര വഴിയിൽ ഈ ഒരു റൂട്ടിൽ കുറേ ടൈഗേഴ്സിനെ കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞത്. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേട്ടൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ ഒരു 5 or 6 ടൈഗർ ഈ ഒരു റൂട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഫീമെയിൽ ടൈഗറും അതിൻ്റെ കബ്സ് ഒരു 3 എണ്ണം ഉണ്ടായിരുന്നു. അത് വളർന്ന് വലുതായിട്ട് പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് 3, അങ്ങനെ 4 ടൈഗർ, വേറെ അത് കൂടാതെ 2 എണ്ണം കൂടെ ഈ ചെറിയ ഡിസ്റ്റൻസിൽ ടെറിട്ടറി ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു 1.5 വർഷം മുന്നേ ഇവിടെ ഒരു മാനേറ്റർ ഉണ്ടായിരുന്നു ഈ സിംഗാര റൂട്ടിൽ. അപ്പം ഇവിടെ ഈ വില്ലേജിനോട് ചേർന്ന് തന്നെ ആ ടൈഗർ ഒരു ചെറിയ കാലയളവിനിടയ്ക്ക് 4 പേരെ പിടിച്ചെന്നാണ് പറഞ്ഞത് കേട്ടോ. അവസാനം അതിനെ പിന്നെ പിടിച്ചിട്ട് മൈസൂർ സൂവിലേക്ക് മാറ്റി ആ ടൈഗറിനെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ജീപ്പ് ഹയർ ചെയ്ത് പോകണമെങ്കിൽ മണിക്കൂറിന് 1000 രൂപയാണ് കേട്ടോ. അപ്പം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരുവിധപ്പെട്ട ഏരിയസൊക്കെ കറങ്ങി തീർക്കാൻ പറ്റും. പക്ഷേ വൈകിട്ട് 5 മണി 6 മണി വരെ സമയം വരെ നമുക്ക് കറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ അതിന് ശേഷം ഫോറസ്റ്റുകാർ ഒരു റൂട്ടിലേക്കും എൻട്രി അലൗ ചെയ്യത്തില്ല, ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് ഒരു 3 മണിക്കൊക്കെ തുടങ്ങിയ ഒരു 3 മണിക്കൂറൊക്കെ കറങ്ങാം. 3 മണിക്കൂറിന് നമ്മൾ 3000 രൂപ ജീപ്പ് ചാർജ് കൊടുക്കണം. അതുപോലെ അച്ചുചേട്ടന് നന്നായിട്ട് മലയാളമൊക്കെ അറിയാം കേട്ടോ. പുള്ളി ബേസിക്കലി ഫ്രം കേരള ബട്ട് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ സിംഗാര റൂട്ട് വഴിയൊക്കെ റൗണ്ട് അടിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും നേരം സന്ധ്യയായേ. ഈ റോഡ് സൈഡിൽ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ആന നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ. കുറച്ചു നേരം വെള്ളം കുടിച്ചിട്ട് മെല്ലെ കയറി പോവാണേ. നമ്മൾ പോയി സഫാരിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും രാത്രിയായേ. ഇനി നേരെ വന്ന് ഇവിടെ ഡിന്നർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിന്നർ ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ഒന്നുമല്ല. ഇനി ഡിന്നറും കഴിച്ചൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഡിന്നറും കഴിച്ചിട്ട് കയറി കിടന്ന് രാവിലെ വീണ്ടും നമ്മൾ അടുത്ത സഫാരിക്ക് പോവാണ്. ഇതേപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഇനി നേരെ പോവാണേ. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കി നല്ല അങ്ങ് പോകാം. പോകുന്ന വഴിയിലെല്ലാം കാട് തന്നെയാണല്ലോ. ഈ സ്ഥലത്ത് അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ ഒരു ഇത്. കാരണം നമ്മൾ രാവിലെ ഇന്നലെ വൈകിട്ട് സഫാരി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലേറ്റായി. ഇത് ഇന്നലെ രാത്രിയിൽ എൻ്റെ ഫ്രണ്ടിൽ ആന വന്നിട്ടുണ്ടേ. അതായത് നമ്മൾ താമസിക്കുന്ന സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നേക്കുന്ന ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ അഭയാരണ്യം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് mudumalatigerreserve.com വെബ്സൈറ്റിൽ കയറിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഈ അഭയാരണ്യം നമ്മളെടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ചീതൽ എന്ന് പറഞ്ഞ സ്റ്റേ ആണ്. ഇതിൻ്റെ ചാർജ് വരുന്നത് 4723 രൂപയാണ്. ബുക്കിംഗ് ചാർജും ടാക്സും എല്ലാം കൂടെ ചേർന്ന് വരുന്നത്. പിന്നെ ഇതുപോലെ 2500 ആ റേഞ്ചിലൊക്കെ പല സ്റ്റേകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു സ്റ്റേ ഉണ്ട്. ഇവിടെ അഭയാരണ്യത്തിൻ്റെ ദോൾ അല്ലെങ്കിൽ ചീതൽ, സാമ്പാർ ഡിയർ അങ്ങനെ പറഞ്ഞ സ്റ്റേകളൊക്കെയാണ് ഇവിടെയുള്ള ഈ ഒരു 4 സ്റ്റേ. അപ്പോൾ നമ്മൾ നല്ല ഇറങ്ങി പോവുകയാണ്. ഈ പോകുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ചെറിയ ട്രെഞ്ച് ഉണ്ട് കേട്ടോ. ബാക്കി ചുറ്റോട് ചുറ്റും ട്രെഞ്ച് ഓഫ് ഫെൻസിങ് ഒന്നും കണ്ടില്ല നമ്മുടെ അഭയാരണ്യത്തിൽ. ഇനി നമ്മളറിയാതെ ട്രെഞ്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല. ട്രെഞ്ച് ഉണ്ടല്ലേ, ചുറ്റോട് ചുറ്റും ട്രെഞ്ചുണ്ട്. തിരിച്ചിറങ്ങുന്ന വഴിയിൽ നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്തായിട്ട് ഒരു അടിപൊളി കൊമ്പൻ നിൽക്കുന്നു.
സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കഴുത്താലൊരു കയറ് കണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഇവിടെ എല്ലാം ഈ തെപ്പക്കാട്ട് ആനക്കുട്ടിൽ നിന്ന് ആനകളെ കൊണ്ടുപോയി നിർത്താറുണ്ടെന്ന്. അതുപോലെ ഒരു കൊമ്പനാണ് കേട്ടോ ഇത്. നമുക്ക് പോകുന്ന വഴി സൈഡിൽ നിറയെ മാനുകൾ നിൽക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ടുണ്ട് കേട്ടോ ഈ വളവേൽ ഈ മാനുകൾ. നല്ല രസമില്ലേ? നല്ല വെയിലായിട്ടുണ്ട്, എന്നാലും ഫുൾ ടൈം അതുങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ട്രിപ്പുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നേക്കാം. ഇതുപോലെ ഒരുപാട് ഫോറസ്റ്റ് വീഡിയോസ്, സഫാരി, ട്രക്കിംഗ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേകളൊക്കെ നമ്മുടെ ചാനലിൽ ഒത്തിരി കിടപ്പുണ്ട്. അപ്പം ഇങ്ങനത്തെ തന്നെ വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അതിനൊരു അവസരമുണ്ട്. ട്രിപ്പ് വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ. ഞാനും കോളിനും കൂടെ പിക്കോളിൻസിൽ ചേർന്നിട്ടൊരു ട്രാവൽ കമ്പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഗ്രീൻ വൈബ്സ് എന്നുള്ള പേരിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പുതിയ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ ട്രിപ്പുകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഡോട്ട് ഗ്രീൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. അതിനകത്തൊക്കെ ഫോട്ടോസും വീഡിയോസും റീൽസും അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.